നടൻ സലീം കുമാറിനെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിലാണ് ചികിത്സ. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. തെങ്കാശിപ്പട്ടണം കല്യാണരാമൻ, ചതിക്കാത്ത ചന്തു, മായാവി, രാജമാണിക്യം, മേരിക്കൊണ്ടൊരു കുഞ്ഞാട് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള പ്രിയതാരം സലീം കുമാർ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് താരം ചികിത്സയിലുള്ളത്. നിലവിൽ ആരോഗ്യസ്ഥിതി വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് താരത്തെ മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം അദ്ദേഹത്തെ കൃത്യമായി പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നടൻ ചികിത്സയിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കരൾ സംബന്ധമായ കടുത്ത അസുഖങ്ങളെ തുടർന്ന് സലീം കുമാർ വലിയ ആരോഗ്യ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. തനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം ബാധിച്ചത് മദ്യപാനം കൊണ്ടല്ലെന്നും അത് പാരമ്പര്യമായി ഉണ്ടായ അസുഖമായിരുന്നുവെന്നും താരം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ചായ പോലും കുടിക്കാത്ത തന്റെ സഹോദരനും ഇതേ അസുഖം വന്നിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. തന്റെ രോഗാവസ്ഥയുടെ തുടക്കകാലത്ത് വ്യാജവൈദ്യന്മാരുടെ ചികിത്സകൾ തേടേണ്ടി വന്നതും അത് ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാക്കിയുമെന്നാണ് താരം മുൻപ് പറഞ്ഞിരുന്നത്. രോഗം കടുത്ത കഠിനമായ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടലും കടുത്ത പ്രതിസന്ധികളും തരണം ചെയ്താണ് മുന്നോട്ട് വന്നതെന്നും സലീം കുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പ്രിയതാരത്തിന്റെ അസുഖവിവരം പുറത്തുവന്നതോടെ സിനിമാ ലോകവും ആരാധകരും കടുത്ത ആശങ്കയിലായി. നടന്റെ കുടുംബാംഗങ്ങൾ ഇതിനകം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സിനിമാ രംഗത്തെ സഹപ്രവർത്തകരും വിവിധ മേഖലകളിലെ പ്രമുഖരും അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് മികച്ച ചികിത്സയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വേഗത്തിലുള്ള രോഗമുക്തിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.